സോ നമുക്ക് വിൽസൺസ് തിയറം എന്താണെന്ന് നോക്കാം. സോ വിൽസൺസ് തിയറം എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് പി ഈസ് എ പ്രൈം ദെൻ പി ഡിവൈഡ്സ് പി. ഓക്കെ, സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വിൽസൺസ് തിയറം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? പി ഈസ് എ പ്രൈം നമ്പർ ദെൻ പി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 അല്ലേ? അതായത് പി മൈനസ് 1 ഫാക്ടോറിയൽ വെൻ ഡിവൈഡഡ് ബൈ പി വിൽ ഗിവ് യു ദി റിമൈൻഡർ -1. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് പി ഈസ് ഈക്വൽ ടു 2. അപ്പം ഇതാണ് നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കോൺഗ്രുവൻസ് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. പി മൈനസ് 1 ഫാക്ടോറിയൽ വെൻ ഡിവൈഡഡ് ബൈ പി വിൽ ഗിവ് യു ദി റിമൈൻഡർ -1. ഓക്കെ, സോ വെൻ പി ഈസ് ഈക്വൽ ടു 2, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൈം നമ്പർ പി ഈസ് ഈക്വൽ ടു 2, ആ പിയുടെ സ്ഥലത്ത് നമ്മൾ 2 കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. 1 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 കോൺഗ്രുവൻറ്റ് -1 മോഡ് 2 എന്ന് എഴുതാമല്ലോ. അതായത് ഈ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +1 ആകും. അപ്പോൾ 2 എന്ന് കിട്ടും. 2 കോൺഗ്രുവൻറ്റ് 0 മോഡ് 2 എന്ന് കിട്ടും. ഓക്കെ, സോ തിയറം ഈസ് പ്രൂവ്ഡ് വെൻ പി ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ നമുക്കിനി നമുക്ക് പി ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രൂവ് ആകുന്നതെന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഇതിന് മുന്നേ ഒരു കൊറോളറി പഠിച്ചിട്ടുണ്ട്. ഇഫ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, ഈ ഒരു കോൺഗ്രുവൻസിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് എപ്പോൾ പറയാം? വെൻ ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈക്വൽ ടു 1. അതായത് എയ്ക്കും എമ്മിനും മറ്റൊരു 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺഗ്രുവൻസിന് എന്താണ് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ലെറ്റസ് ടേക്ക് എ പ്രൈം നമ്പർ പി. ഇപ്പോൾ നമ്മൾ പി എന്നൊരു പ്രൈം നമ്പർ എടുത്തു. അപ്പോൾ ഈ പി എന്നൊരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ പി മൈനസ് 1 അതായത് പിക്ക് ജസ്റ്റ് തൊട്ട് മുന്നത്തെ നമ്പറുമായിട്ട് എന്തായാലും എന്താണ് ജി സി ഡി എടുത്തു കഴിഞ്ഞാൽ എന്താണ് 1 ആയിരിക്കുമല്ലോ. ഇപ്പോൾ 3 ഒരു പ്രൈം നമ്പർ, 3ക്ക് തൊട്ട് മുന്നത്തെ നമ്പർ 2. ഇപ്പോൾ ജി സി ഡി ഓഫ് 2,3 എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ വേറൊരു പ്രൈം നമ്പർ എടുത്തു 7ന് തൊട്ട് മുന്നത്തെ നമ്പറുമായിട്ട് എന്താണ് അതിൻ്റെ ജി സി ഡി 1 ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ഫോർ എനി പി ഗ്രേറ്റർ ദാൻ 2 ദി ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് 1 ത്രൂ പി മൈനസ് 1 ആർ ഇൻവേർട്ടിബിൾ മോഡുലോ പി. അതായത് നമ്മൾ പി മൈനസ് 1 പിയുമായിട്ട് നമ്മൾ മോഡുലോ എടുക്കുമ്പോൾ, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിഡ്യൂ അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? പി മൈനസ് 1ഉം പിയും ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിച്ച ഒരു ലെമ്മയാണ്, അതായത് നമ്മൾ വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് താഴെ പഠിച്ച ഒരു തിയറം. പോസിറ്റീവ് ഇൻറ്റീജർ എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ. എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു +1 മോഡ് പി ആയിരിക്കണം, അല്ലെങ്കിൽ -1 മോഡ് പി. അതായത് എ എന്നൊരു നമ്പറിനെ, ഒരു പോസിറ്റീവ് ഇൻറ്റീജറിനെ പി എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1ഓ -1ഓ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ 1നെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മോഡ് പി കിട്ടും. പി മൈനസ് 1നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുമെന്ന് നമുക്ക് അറിയാം അല്ലേ? 1 അല്ലെങ്കിൽ -1 കിട്ടും ആണല്ലോ. 1നെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ -1 അല്ല -1 അല്ലേ? അതെ. ഇനി പി മൈനസ് 1നെ ഡിവൈഡ് ചെയ്താലും പി കൊണ്ട് ഡിവൈഡ് ചെയ്താലും -1 കിട്ടും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെൽഫ് ഇൻവേർട്ടിബിൾ എലമെൻറ്റ്സ് ആണല്ലോ. ഓക്കെ, ഇനി അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും കഴിഞ്ഞിട്ട് ഇനി ബാക്കി എത്ര പി എന്ന നമ്പറിലേക്ക് എത്താനായിട്ട് 1 കഴിഞ്ഞു, പി മൈനസ് 1 കഴിഞ്ഞു, ബാക്കി ഇനി നമുക്ക് പി മൈനസ് 3 റെസിഡ്യൂസ് അല്ലേ നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, ഇനി so 1 and p minus 1 are their own inverses. Okay, thus we can group the remaining. അതായത് നമ്മുടെ പിയിലേക്ക് എത്താനായിട്ട് ബാക്കി എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? 1 കഴിഞ്ഞു, പി മൈനസ് 1ഉം കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ബാക്കി പി മൈനസ് 3 എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, പി മൈനസ് 3 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാകുക. ആ എലമെൻറ്റ്സിനെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പെയർ ചെയ്യണം. പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ബി എന്ന 2 നമ്പേഴ്സായിട്ട് പെയർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 പി മൈനസ് 1. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ പി മൈനസ് 3 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ എലമെൻറ്റ്സിനെല്ലാം 2 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ആ ഗ്രൂപ്പ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ വെൻ ഡിവൈഡഡ് ബൈ പി നമുക്ക് 1 അല്ലെങ്കിൽ -1 എന്ത് കിട്ടണം? റിമൈൻഡർ കിട്ടണം. ഓക്കെ, നമ്മൾ 2 നമ്പേഴ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ആ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ പ്രോഡക്റ്റ് വെൻ
മോഡുലോ വിത്ത് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ -1 ആൻസറായിട്ട് കിട്ടണം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ 2, 3 എക്സെട്ര പി മൈനസ്, അതായത് P-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ P-1 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ. P-1 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താണ്? P-1 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ്? ഓക്കെ, ഇവിടെ മോഡ് പി എടുക്കുക. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് നമ്മളിവിടെ വെച്ചു. ഓക്കെ, ഇനി ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ P-1 നമ്പേഴ്സാണുള്ളത്. അതിൽ P-3 നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. സച്ച് ദാറ്റ് ഓരോ ഗ്രൂപ്പ് എടുക്കുമ്പോഴും, ഇപ്പോൾ ഇവിടെ 1 × 2, 1 × 2 അല്ല, ഇപ്പോൾ ചിലപ്പോൾ 1 × 3, ഈ പി അനുസരിച്ച് പിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 നമുക്ക് ആൻസർ കിട്ടും. 1 അല്ലെങ്കിൽ -1 റിമൈൻഡർ കിട്ടുന്ന രീതിയിൽ ഇവിടുത്തെ നമ്പേഴ്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ആര് മാത്രം വരും? P-1 മാത്രം ബാക്കി വരും. കാരണം ബാക്കി എല്ലാം നമ്മളെന്താ മോഡുലോ പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ നമ്പേഴ്സിനും 1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്, അതായത് റിമൈൻഡറായിട്ട്. അപ്പോൾ ബാക്കി P-1 മാത്രം വരും. P-1 വെൻ ഡിവൈഡഡ് ബൈ പി എന്തായിരുന്നു? -1 ആയിരുന്നല്ലോ. കാരണം P-1 എന്തുമായിട്ട് P-1ഉം പിയും എന്താണ്? ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, P-1ഉം പിയും ഇൻവേർട്ടിബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? -1 ആയിരിക്കും ആൻസർ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ്ഡ്.